ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വലിയൊരു ജീവിതത്തെക്കുറിച്ചാണ്. ഈ ഒരു നിമിഷത്തിൽ ജീവിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുകയാണ്. മൈൻഡ്ഫുൾനെസ് എന്നാണ് ഇതിന് പറയാം. നമ്മുടെ ശ്രദ്ധയെ ഇതിനു വേണ്ടി ട്രെയിൻ ചെയ്യാം. ഈ നിമിഷത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുവരാം. ഒരു നിമിഷം ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് എവിടെയാണ്? പലരുടെയും മനസ്സിപ്പോൾ എന്താണെന്നറിയോ, ഒന്നെങ്കിൽ അവരെ ഭൂതകാലത്തായിരിക്കും അവർ, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. ഇപ്പോൾ ജീവിക്കുന്നത് വളരെ അപൂർവമായിരിക്കും. ഈ അക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് തെറാപ്പി നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്താണ്? ഈ നിമിഷത്തിലേക്ക്, ഇപ്പോഴുള്ള ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു വരാനാണ് സഹായിക്കുന്നത്. എന്താണ് മൈൻഡ്ഫുൾനെസ്? അത് നമ്മളുടെ ശ്രദ്ധയെ തുറന്ന മനസ്സോടെ ഇപ്പോഴത്തെ നിമിഷത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നതാണ്. നമ്മളെ ജീവിതത്തിലേക്കൊന്ന് നോക്ക്. ഇന്നിപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചു, ശരിക്കും അതിൻ്റെ രുചി ആസ്വദിച്ചിട്ടാണ് നമ്മൾ കഴിച്ചത്. ഇപ്പം നമ്മൾ നടക്കുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഈ കാൽപാദം അതിൻ്റെ പ്രതലത്തിൽ പതിയുന്നതിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മളെപ്പോഴെങ്കിലും ശ്രദ്ധാപൂർവം ഒന്ന് ജീവിച്ചിട്ടുണ്ടോ? ഭൂരിഭാഗം ആൾക്കാരും ഓട്ടോ പൈലറ്റായിട്ട് എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ആയിട്ട് അങ്ങ് ജീവിച്ചു പോവുക. ഇതാണ് നമ്മുടെ പ്രശ്നം. ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് ബോധപൂർവ്വം ശ്രദ്ധപൂർവ്വം ഈ നിമിഷം ശ്രദ്ധീകരിക്കാൻ പറ്റിയ ഒരു മൈൻഡ്ഫുൾനെസ് എക്സസൈസ് ഏതാണെന്നറിയാം. ഇതൊന്ന് ചെയ്തു നോക്ക്. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു 5 കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധയെ കൊണ്ടുവരാം. നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു 4 കാര്യത്തിലേക്ക്, നിങ്ങൾ കേൾക്കുന്ന 4 ശബ്ദങ്ങളിലേക്ക്, നിങ്ങൾക്ക് മണക്കാൻ പറ്റുന്ന 2 കാര്യങ്ങളിലേക്ക്, നിങ്ങൾക്ക് രുചിച്ചറിയാൻ പറ്റുന്ന, ഇപ്പം ഞാൻ ജ്യൂസ് കുടിച്ചിട്ടുള്ള അതിൻ്റെ രുചി അറിഞ്ഞിട്ടിരിക്കാം. ഈ 5, 4, 3, 2, 1 എക്സസൈസ് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്താവും? നിങ്ങൾ ഈ വർത്തമാന നിമിഷത്തിലേക്ക് നിങ്ങളുടെ ജീവിതം തിരിച്ചു വന്നിട്ടുണ്ടാവും. അതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മൈൻഡ്ഫുൾനെസ് എക്സസൈസ് എന്താ? ഓരോ ദിവസവും പലപ്പോഴായിട്ട് നമ്മൾ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ശ്വാസത്തെ നമുക്ക് ഈ നിമിഷത്തിലെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഒരു ആങ്കറായിട്ട് കാണാം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ശ്വാസം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്, ഇപ്പോഴുമുണ്ട്, എപ്പോഴും ഉണ്ടാവും. ഒരു നിമിഷം നമ്മുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. ഇൻഹേൽ, ശ്വാസം ഉള്ളോട്ട് എടുക്കുക, ഹോൾഡ് ചെയ്യുക, ശ്വാസം പുറത്തോട്ട് വിടുക. ഈ നിമിഷത്തിലേക്ക് നമ്മൾ തിരികെ വന്നു. നമ്മൾ വിചാരിക്കും നമ്മളിങ്ങനെയൊക്കെ ചെയ്യായിരിക്കും, നമ്മൾ ചിന്തകൾ വരൂലാന്ന്. ഒരുപാട് ചിന്തകൾ നമ്മളിലോട്ട് വന്നുകൊണ്ടിരിക്കും. നമ്മുടെ മനസ്സ് ഇങ്ങനെ വാണ്ടർ ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കും. അത് നോർമലാണ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് എന്താണ്? അതിലേക്ക് നമ്മൾ നോട്ടീസ് ചെയ്യുക. നമ്മൾ വാണ്ടർ ചെയ്താൽ തിരിച്ചിങ്ങോട്ട് വരിക. എന്നിട്ട് നമ്മൾ ഈ നോട്ടീസിങ് എങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ക്ലിനിക്കൽ യൂസിൽ എങ്ങനെ ഇത് ഉപയോഗിക്കാം? ഇപ്പോൾ ഒരു പാനിക് അറ്റാക്ക് ആയിട്ടൊരു പേഷ്യൻ്റ് വരിക, നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഈ ഗ്രൗണ്ടിങ് എക്സസൈസ് ചെയ്യാം. ഉത്കണ്ഠയുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. ഡിപ്രഷനുള്ള ഒരാൾക്ക് നമുക്ക് ഈ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് നമ്മുടെ ജീവിതത്തിലെ കൊണ്ടുവരാം. പ്രസൻറ്റ് മൊമെൻ്റ് അവെയർനെസ്, ഈ നിമിഷത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താ? നിങ്ങളിപ്പോൾ നടക്കുകയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിൽക്കാൻ നോക്കുക. നിങ്ങളുടെ കാൽപാദം ആ പ്രതലത്തിൽ പതിയുന്നത് ഒന്ന് അനുഭവിച്ചറിയാം. എന്നിട്ട് നിങ്ങൾ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചുറ്റുമുള്ള ശബ്ദങ്ങളിലേക്കൊന്ന് കേൾക്കുക. ഇപ്പോൾ നിങ്ങളിവിടെ എത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരികെ വന്നിട്ടുണ്ട്. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ശൂന്യമായ മനസ്സാണ് നമ്മൾ വിചാരിക്കരുത്. ചിന്തയില്ലാത്ത മനസ്സാണെന്ന് നമ്മൾ വിചാരിക്കരുത്. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തകളോടൊപ്പം തന്നെ നമുക്ക് അവെയർനെസ് അല്ലെങ്കിൽ ശ്രദ്ധ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുരങ്ങനെ പോലെയാണ്. ഇടത്തോട്ടും വലത്തോട്ടും മുമ്പോട്ടും ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. ഈ അലയുന്ന മനസ്സിനെ സാവധാനമായി തിരിച്ചു കൊണ്ടുവരുന്ന പ്രക്രിയയാണെന്ത്? മൈൻഡ്ഫുൾനെസ്. നിങ്ങൾ ഈ നിമിഷത്തിൽ നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുക. അതാണ് നിങ്ങളുടെ ജീവിതം. ഇന്ന് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു എക്സസൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ദിവസം ഒരു 3 പ്രാവശ്യങ്ങളും 2 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന മൈൻഡ്ഫുൾനെസ് എക്സസൈസ് ചെയ്യാമെന്നുള്ളതാണ്.